ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചത്തെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചി ആവട്ടെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ ഉണ്ടെന്നുള്ള വിവരം സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിട്ട് അറിയുകയാണ്. അങ്ങനെ സച്ചി കൂട്ടുകാരനെയും കൂട്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വരികയാണ്. ശ്രീകാന്തിനെ ആളുകളുടെ മുന്നിലിട്ട് കുറേ തല്ലുകയാണ്, മോന്തയ്ക്കിട്ട് ഇടിക്കുന്നുമുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ആ ഇടിയും കൊണ്ട് ഫ്ലാറ്റിൽ വന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. വർഷ ആവട്ടെ സ്റ്റുഡിയോയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ആ മുഖം കണ്ടിട്ട് വർഷ പൊട്ടിക്കരയാണ്. എന്താണ് ഉണ്ടായത് ശ്രീകാന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. വർഷ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂട്ടുകാരൻ പറയാണ്, നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ റെസ്റ്റോറൻറ്റിൽ നിൽക്കണ്ട, ചിലപ്പോൾ സച്ചിയേട്ടൻ വന്ന് ഞാൻ തല്ല് കിട്ടും എന്നൊക്കെ. ഇപ്പം നിനക്ക് സമാധാനം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വർഷ ഞെട്ടുകയാണ് കേട്ടോ. ഹലോ, ഞാനാണ് വർഷ എന്ന് പറയാം. അയ്യോ വർഷയായിരുന്നു, എന്താ പറ്റി, ശ്രീകാന്തിനെ ആരാണ് തല്ലിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സങ്കടമാണ്. വർഷ ഓടിപ്പോയിട്ട് ശ്രീകാന്തിനെ ഹഗ് ചെയ്യാണ്. ശ്രീകാന്തെ, ഞാനിത് അറിഞ്ഞില്ല, നീ എന്ത് പരിപാടിയാണ് ചെയ്തത്? നിന്നിങ്ങനെ നിൻ്റെ ചേട്ടൻ തല്ലി തമ്പൂറാക്കുമ്പോൾ നിനക്ക് എന്നെ ഒരു വാക്ക് വിളിക്കായിരുന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിന്നെ തല്ലി, അപ്പോൾ ഞാൻ ക്ഷമിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഭയങ്കര മോശമായി പോയി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് കേട്ടോ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കാം, നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് വർഷ പറയാണ്, നീ വിഷമിക്കണ്ട, എൻ്റെ മരണം വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നീ ഒരിക്കലും സങ്കടപ്പെടേണ്ട വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പിന്നീട് നമ്മുടെ സച്ചി ആവട്ടെ ബാറിൽ പോയിട്ട് മൂക്കുമുട്ട മദ്യപിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരനും കൂടെ സപ്പോർട്ടിനുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ പച്ചയ്ക്ക് ഇങ്ങനെ കുടിക്കാനുണ്ട് ആ പുള്ളിക്കാരൻ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചങ്ങാതി വന്നിട്ട് സച്ചിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പുള്ളിക്കാരനെ കുടിക്കാൻ കൂടി സച്ചി സമ്മതിക്കണില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ പറയുകയാണ്, ഭാര്യമാരെയൊക്കെ തല്ലുന്ന ആൾക്കാർ സൂക്ഷിച്ചോ, ഭാര്യമാർ ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ വീട്ടിലുണ്ടാവില്ല, കെട്ടിത്തൂങ്ങി ഫാനിൽ ചാവൂന്നൊക്കെ പറയുകയാണ്, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് പേടിയാവണം കേട്ടോ. അപ്പോൾ സച്ചി പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. രേവതി വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് സച്ചി രേവതിനെ ആട്ടി ഓടിച്ച് വിട്ട കാര്യം സച്ചി ഓർക്കാണ്. സച്ചിയുടെ മനസ്സിൽ വല്ലാതെ ആദ്യമാവുകയാണ്. സച്ചി പറയുന്ന കൂട്ടുകാരനോട്, നീ വന്നേ, എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് പറയുമ്പോൾ സച്ചിയോട് കൂട്ടുകാരൻ പറയണം, നീ ഇത്രയും മാത്രം മദ്യപിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് കൂട്ടുകാരനോട് പറയാം, നീ വാടാന്ന് പറഞ്ഞിട്ട് സച്ചി കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പോണത് രേവതിയുടെ വീടിൻ്റെ പരിസരത്തേക്കാണ്. എന്നിട്ട് കൂട്ടുകാരനോട് പറയുകയാണ്, നീ ഒന്ന് രേവതിക്ക് കോൾ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ രേവതിക്ക് കോൾ ചെയ്യണ സമയത്ത് രേവതി ഞെട്ടുകയാണ് കേട്ടോ സച്ചിയുടെ കോള്. അപ്പോൾ ദേവുട്ടിയോട് പറയണ്ട, സച്ചിയേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്തായാലും കോൾ എടുക്കുക ചേച്ചി എന്ന് പറയുന്നത്. കോൾ എടുക്കുമ്പോൾ കൂട്ടുകാരനാണ് സംസാരിക്കുന്നത് എന്നറിയാണ്. പിന്നീട് കൂട്ടുകാരൻ അവിടെ വന്നിട്ട് എത്തിച്ച് നോക്കുകയാണ് കേട്ടോ രേവതിയുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ. പക്ഷേ രേവതിക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. രേവതി ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ് സച്ചിയും കൂട്ടുകാരനൊക്കെ പോയോന്ന്. എന്തായാലും രേവതിക്കും സച്ചിക്കും ഒരിക്കലും പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആഴത്തിലുള്ള സ്നേഹം പരസ്പരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു പ്രൊമോ റിവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൃത്യമായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ പറയുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.